ഈ മാജിക്കൽ വീട് ആ കുടുംബത്തിലെ ഓരോ കുട്ടിക്കും ഓരോ മാജിക്കൽ പവർ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പക്ഷെ ഇവൾക്ക് മാത്രം അങ്ങനെ ഒരു പവർ കിട്ടുന്നില്ല. അവൾ കുഞ്ഞായിരുന്നപ്പോൾ പ്രതീക്ഷയോടെ അവളുടെ മാജിക്കൽ ഡോറിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. പക്ഷെ അവൾക്ക് പവർ ഒന്നും കൊടുക്കാതെ ആ ഡോർ അപ്രത്യക്ഷമാവുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും ആരോടും പറഞ്ഞില്ലെങ്കിലും അത് അവളുടെ ഉള്ളിൽ ഒരു വേദനയായി കിടക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അവളുടെ ബ്രദർ അവന്റെ പവേഴ്സ് സ്വീകരിക്കുന്ന ദിവസമാണ്. ആ കുടുംബം മുഴുവനും ആ നാട്ടുകാരും ആ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇവൾ ആ ആഘോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ അവളെ കൂടെ കൂട്ടുന്നു. അവൻ ഡോറ് തുറന്നതും അവന് പക്ഷികളോടും മൃഗങ്ങളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്നു. പക്ഷെ അവൾക്ക് മാത്രം ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വീടിന്റെ തറയിൽ ഒരു വിള്ളൽ വീഴുന്നു. അത് വലുതായി എല്ലാവരുടെയും മാജിക്കൽ റൂമിലേക്കും സ്പ്രെഡ് ആവുന്നു. എല്ലാ റൂമിന്റെയും ലൈറ്റ്സ് മങ്ങാൻ തുടങ്ങുന്നു. ഇത് കണ്ട് പേടിച്ചവൾ മുത്തശ്ശിയോട് വീടിനെന്തോ ആപത്ത് വന്നെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും അത് എന്താണെന്ന് നോക്കാനായി വരുന്നു. പക്ഷെ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും അവളെ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സത്യമാണ്. ആ മാജിക്കൽ വീടിന് എന്തോ ആപത്ത് വരാൻ പോകുന്നു. എല്ലാവരുടെയും മാജിക്കൽ പവർ കുറയാൻ തുടങ്ങുന്നു. മുത്തശ്ശി ഇവൾ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൾ തന്റെ ഫാമിലിയെ രക്ഷിക്കാനുള്ള മാർഗം അന്വേഷിക്കുന്നു. അതിനായി അവൾ വീട് വിട്ടുപോയ അവളുടെ അങ്കിളിന്റെ റൂമിൽ കയറുന്നു. ആ റൂമിന് ഇപ്പോൾ പവേഴ്സ് ഒന്നുമില്ല. അവൾക്ക് അവിടെ നിന്ന് പൊട്ടിയ കുറെ തിളങ്ങുന്ന ക്രിസ്റ്റൽ പീസ് കിട്ടുന്നു. അവൾ അത് കളക്ട് ചെയ്യുമ്പോൾ കുറെ എലികൾ ക്രിസ്റ്റൽ എടുത്തു കൊണ്ടുപോകുന്നു. അവരെ ഫോളോ ചെയ്തു പോകുമ്പോൾ അവൾ അവിടെ ഒരാളെ കാണുന്നു. നോക്കുമ്പോൾ അത് അവളുടെ അങ്കിളാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിച്ച് അത് പരിഹരിക്കുന്നു.